ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു പ്രോട്ടോക്സ്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാവ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ്. സർട്ടൻ കണ്ടീഷൻസിൻ്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കാൻ അലോ ചെയ്യുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ജാവ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. എക്സാമ്പിൾ, ഇഫ് എ ലെസ് ദൻ ബി പ്രിൻറ്റ് എ. അതായത് എ ബിനേക്കാൾ ചെറുതാണെങ്കിൽ എ പ്രിൻ്റ് ചെയ്യും, അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യും. നമുക്ക് ഫ്ലോ ചാർട്ട് നോക്കാം. സ്റ്റാർട്ട്, പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടാണ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്യും. എക്സ്പ്രഷൻ കണ്ടീഷൻ ആവാം, ഒരു എക്സ്പ്രഷൻ ആവാം. അത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്യും. അല്ലാത്ത കേസിൽ ഫോൾസ് ആണെങ്കിൽ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പിലേക്ക് പോകും. ഈ ഒരു സിറ്റുവേഷനിലൊക്കെയാണ് പ്രോഗ്രാമേഴ്സ് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യേണ്ട പോസിബിലിറ്റി വരിക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കാറ്റഗറൈസേഷനിലേക്ക് പോകാം. ഫസ്റ്റ് വൺ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്, സെക്കൻഡ് വൺ കണ്ടീഷണൽ ഓപ്പറേറ്റർ, തേർഡ് വൺ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. സർട്ടൻ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് പ്രോഗ്രാമിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. സിൻടാക്സ് ഈഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഈഫിലുള്ള ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ കേളി ബ്രേസസിന് ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അല്ലാത്ത സിറ്റുവേഷനിൽ ഫോൾസ് ആണെങ്കിൽ സ്കിപ്പ് ചെയ്യും. The next one, if else statement. If else statement if statementന് സെയിം തന്നെയാണ്. Only the difference is if the expression is false, else block of statement will be executed. Syntax if test expression block of statement, else block of statement. അതായത് ഈഫിനുള്ളിലെ ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അത് ഫോൾസ് ആണെങ്കിൽ എൽസിൻ്റെ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. ദ നെക്സ്റ്റ് വൺ എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഈഫിൽ തന്നെ മൾട്ടിപ്പിൾ ഡിസിഷൻസ് എടുക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുക. എക്സാമ്പിൾ, 3 വാല്യൂസൊക്കെ കമ്പയർ ചെയ്യുന്ന സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് യൂസ് ചെയ്യുക. സിൻടാക്സ് ഈഫ് ടെസ്റ്റ് കണ്ടീഷൻ കേളി ബ്രേസസ് എക്സിക്യൂട്ട് കോഡ് എൽസ് ഈഫ് ടെസ്റ്റ് കണ്ടീഷൻ n എക്സിക്യൂട്ട് കോഡ് എൽസ് എക്സിക്യൂട്ട് കോഡ്. അതായത് ഈഫിനുള്ളിലെ ടെസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന് താഴെയുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ അതിന് താഴെയുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ എൽസിൻ്റെ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. ദ നെക്സ്റ്റ് വൺ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് പോലെ തന്നെ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിന് മൾട്ടിപ്പിൾ പോസിബിലിറ്റീസ് വരുമ്പോഴാണ് നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുക. സിൻടാക്സ് സ്വിച്ച് വേരിയബിൾ കേസ് 1 execute your code break case n execute your code break default execute your code break. സ്വിച്ച് ഒരു കീവേഡാണ്. സ്വിച്ചിനുള്ളിലുള്ള വേരിയബിള് ഫസ്റ്റ് കേസുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും. അത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അല്ലാത്ത കേസിൽ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പിലേക്ക് സ്കിപ്പാവും. അവിടെ ബ്രേക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ട്രൂ ആണെങ്കിൽ പോലും നെക്സ്റ്റ് കേസിലേക്ക് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ പോകും. ഇനി ഫസ്റ്റ് കേസ് മാച്ചിങ് നോക്കിയിട്ട് ഫോൾസ് ആണെങ്കിൽ കേസ് 2ലേക്ക് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ പോകും. അങ്ങനെ ഓരോ കേസസ് തമ്മിലും മാച്ച് ചെയ്യും. എവിടെയാണോ മാച്ച് ആവുന്നത് അവിടുന്ന് പ്രിൻ്റ് ചെയ്തതിന് ശേഷം പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പിലേക്ക് പോകും. ദ നെക്സ്റ്റ് decision making statement is conditional operator. conditional operatorന് ternary operator എന്നും പറയും.
ടേണറി ഓപ്പറേറ്റർ എന്ന് പറയാനുള്ള കാരണം ഈ ഒരു ഓപ്പറേറ്ററിന് 3 ഓപ്പറൻസ് ഉണ്ട്. കണ്ടീഷണൽ ഓപ്പറേറ്റർ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു വേരിയൻ്റ് ആണ്. സിൻടാക്സ് ബൂളിയൻ എക്സ്പ്രഷൻ 1, എക്സ്പ്രഷൻ 2. ബൂളിയൻ എക്സ്പ്രഷൻ ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ എക്സ്പ്രഷൻ 1 പ്രിൻ്റ് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ എക്സ്പ്രഷൻ 2 പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ജാവയുടെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. ഇനി എന്തെങ്കിലും നമ്മൾ എടുക്കുന്നതിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുത്തോ, എന്തെങ്കിലും കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.